ഹലോ ഗായ്സ്, എല്ലാവർക്കും എക്സ്പ്രസ് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വീടുണ്ടാക്കും. ഉണ്ടാക്കാനുള്ള റീസോഴ്സ് എല്ലാം ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇത് വീട് മാത്രം ഉണ്ടാക്കാനുള്ള റീസോഴ്സാണ്. അല്ലാണ്ട് നമുക്ക് വീടിനകത്ത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും റീസോഴ്സിൻ്റെ ആവശ്യമുണ്ട്. എന്നാലും ഇത് കുറച്ചേ ഉള്ളൂ. നമുക്ക് ഇനിയും കളക്ട് ചെയ്യേണ്ടി വരും. ഞാൻ ചെയ്തോളാം. ഇപ്പോൾ നമുക്ക് വീട് മാത്രം ഉണ്ടാക്കിയാൽ മതി. നമ്മുടെ വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സീരീസിലെ ആദ്യത്തെ ഡയമണ്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ഒന്ന് ചെയ്യണം. അതിന് മുമ്പ് ഞാൻ എൻ്റെ സോഡും ആക്സൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. പിന്നെ ഞാൻ കുറച്ച് ഫിഷ് ചെയ്തായിരുന്നു നമ്മുടെ പണ്ടത്തെ പരിപാടി. അതിലെനിക്ക് ഒരു ബോ കിട്ടി, ഫ്ലെയിം, 103 പവർ, പിന്നെ ഇൻഫിനിറ്റി. അപ്പോൾ 2 എൻചാൻറ്റ് ബുക്ക് കിട്ടി. പക്ഷേ ഗുണമുള്ളൊന്നുമല്ല. ലോയൽറ്റി 3 പിന്നെ എഫിഷ്യൻസി 3. അതൊരു 4 ആക്കിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ 5 ആക്കിയിട്ട് വരുന്നത് കുഴപ്പമില്ലായിരുന്നു. 3 ആണ്, ഒന്നിനും കാണത്തില്ല. ഞാൻ എന്തായാലും ഇനിയും ഫിഷ് ചെയ്യുന്നുണ്ട് സമയം കിട്ടുമ്പോൾ. ഞാൻ കഴിഞ്ഞ സീരീസിൽ ഉണ്ടാക്കിയ ചെറിയ വീടല്ല, അത് അത്യാവശ്യം വലിയ വീട് തന്നെയാണ്. ടൈം ലാപ്സ്. ഓക്കെ, ഞാനങ്ങനെ വീട് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഡോറ് വെക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഡോറ് വെക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ നമുക്ക് 2 വിൻഡോ വെക്കണം. ഓക്കെ, വിൻഡോ ഞാൻ ഇപ്പുറത്തും വെക്കുന്നുണ്ട്. ഓക്കെ, അയ്യോ ഓക്കെ, ചെറുതായിട്ട് ലാഗ്. ഓക്കെ, ഇവിടെ നമുക്ക് വിൻഡോ അല്ല, ഇവിടെ നമുക്കൊരു ഒരു ബാൽക്കണി പോലത്തെ സാധനമാണ്. അത് നമുക്കിനിയും കുറച്ചുകൂടെ ഈ ഫെൻസ് വേണം, ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഇത് നമുക്ക് കൊണ്ടുപോകാം. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും, ഇങ്ങോട്ട് നോക്കിയാൽ സൺറൈസ് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ അത്രയായി. ഇനി നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകും. ഞാൻ ഇത് ഡോറോടെ ഉണ്ടാക്കട്ടെ. എനിക്ക് ആദ്യം ഒരു അൺപിക്കാക്സ് കൂടെ ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് ഈ ഒരു അൺപിക്കാക്സ് പൊട്ടാറായി, എന്തായാലും പൊട്ടി. അവിടെ ഞാൻ ഒന്നുകൂടെ മൈൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ മാഗ്മ ബ്ലോക്ക് എടുക്കണം. നമുക്ക് വെള്ളത്തിനടിയിലൊക്കെ നമുക്ക് മൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ വല്ലതും ഉണ്ടോ? ഞാൻ അങ്ങോട്ട് പോകണം. സാറ് താഴെ നമുക്ക് ആരും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കുറേ ഇരിപ്പുണ്ട്, നമുക്ക് ഇവിടുന്ന് മൈൻ ചെയ്യാം. ഇവിടെ കയറി നിന്നിട്ട് ഇങ്ങോട്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ക്രൗച്ച് ചെയ്യണ്ട. ഓക്കെ, 6 കുറച്ചുകൂടെ ശ്വാസം എടുത്തിട്ട് അത് തിരിച്ച് വീട്ടിപ്പം എൻ്റെ മാഗ്മ. ഓക്കെ, ഞാൻ കുറച്ച് ഫിഷ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഫുഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാം. ഇല്ല, വേറെ ഫുഡ് വല്ലതും ഉണ്ടായിരുന്നു, ഞാൻ നോക്കിയില്ല. 4 ഈ ഒരു ഷെല്ലും കിട്ടി, പിന്നെ 9 പഫർ ഫിഷ് കിട്ടി, പിന്നെ ഇത്ര സാധനം കിട്ടി, പിന്നെ 10 ഇങ്ക് സ്നാക്ക് കിട്ടി. ഇതെന്നെ സാധനം എന്ന് എനിക്കറിയത്തില്ല. ഇതെന്നെ സാധനം എനിക്കറിയാം, പക്ഷേ ഫിഷിങ്ങിനോട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇനി മൈൻ ചെയ്യാൻ പോകും. ഞാൻ മൈൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേവിലാണ്. ഈ കേവിലാണ് ഞാൻ മൈനിങ്ങിന് പോകുന്നത്. അതാകുമ്പോൾ നമുക്കിനി കുറച്ചുകൂടെ കുഴിച്ചാൽ മതിയായിരിക്കും 59 എത്താൻ. ഇത് എത്ര വരെ പോകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് മൈനസ് അല്ല, 5 വരെ പോകുന്നുള്ളൂ. 5. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് പോകാം. നമുക്ക് -59 വരെ പോകണം. ഓനോ, ഇത് സമ്മതിക്കില്ല. നമുക്ക് ഇങ്ങോട്ട് പോകാം. കേവോ ഇറങ്ങി നോക്കായിരുന്നു, കാരണം ഇത് സിമ്പിളാണ്. കേവിലൂടെ നമുക്ക് ഡയമണ്ട് എടുക്കാൻ ഭയങ്കര ഈസിയാണ്. ഓക്കെ, യെസ്, 2 കൽപ്പിച്ച് ഇറങ്ങി. ഡയമണ്ട്. യെസ്, നമ്മുടെ ഡിസ്പ്ലേ സീരീസ്. ഇതെന്തോന്ന്? എന്തോ വിളിച്ച്
ആ പിന്നെ ഡയമണ്ട്. യെസ്, ആ പിന്നെ ഡയമണ്ട്. എടാ കുറേ ഡയമണ്ട്. മിക്കവാറും ഡയമണ്ട് ആർമറാവും. ഞാൻ മൈൻഡ് ചെയ്യാം. ആ ബെസ്റ്റ്. അതിനകത്ത് വേറെ വല്ലതും ഇല്ല. ഇല്ല, കുഴപ്പമില്ല. ഇത് മൈൻഡ് ചെയ്യാൻ പോയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? കുറേ നേരം എടുത്തേനെ. വേറെ ഒന്നുമില്ലേ? നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള കിട്ടിയിട്ടുണ്ട്. ഇനി പൊട്ട് 4 ബ്ലോക്ക്. എനിക്ക് ലാവയും കൂടെ വേണമായിരുന്നു. എനിക്ക് അല്ല വേണ്ട, പിന്നെ എടുക്കാം. എനിക്കിപ്പോൾ തന്നെ ലാവ വേണമെങ്കിൽ ഗോൾഡ് ഫാം ഉണ്ടാക്കാം. ഓക്കെ, 4 എണ്ണമായിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ഇല്ല ഇവിടെ. വേറെ ഇല്ല. ഓക്കെ, അങ്ങോട്ടൊന്നും പോയി നോക്കാം. ആ വില്ലേജർ സോംബി. യെസ്, 2 എണ്ണം ഉണ്ട്. പടാ നമുക്ക് ഇമാരൊന്ന് ട്രാപ്പ് ചെയ്തിടായിരുന്നു ഇതിനകത്ത്. കാരണം യെസ്, ഓക്കെ. അല്ല വേണ്ട, നമുക്ക് വില്ലേജ് തന്നെ കണ്ടുപിടിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ക്യൂർ ചെയ്ത് വില്ലേജേഴ്സിനെ ഉണ്ടാക്കാനായിരുന്നു. അതിന് പേരണം വില്ലേജ് കണ്ടുപിടിക്കുന്നതാണ്. കാരണം നമ്മളിലിപ്പോൾ അയ്യോ എൻ്റെ ഡയമണ്ട്. അവിടെ ഞാൻ ഒരു സ്കിൽറ്റിനെ കണ്ടായിരുന്നു. അവനെ എങ്ങനെയൊന്ന് കൊല്ലാൻ നോക്കാം. ആക്സ് തന്നെ മതി. വാ. അയ്യോ, ഇതങ്ങ് പൊട്ടിച്ചാ പോരെ. ബോയ് മണ്ടൻ, ഗ്രാമലിൻ്റെ മണ്ടക്കിറങ്ങി. അതാണ് അടുത്ത. അയ്യോ, ഉമ്മാരെന്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. പെൻഡർമാനോ? എനിക്ക് പെൻഡർമാനൊന്നും വേണ്ട. ഇവിടെ കുറേ മോബ്സ്. കുഴപ്പമില്ല, ക്രീപ്പറുണ്ട്. അവരെല്ലാം തീർക്കാം. പൊട്ടാ, അത്രയേ ഉള്ളൂ. നീ കൂടെ ഉയ്യോ, ഞാൻ എതിരാണ് വന്ന. എതിരാണ്. എതിരല്ലേ? അതിലേ വന്ന ഗ്രാവല്. യെസ്, കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ റെസ്റ്റോറൻറ്റ് എടുത്തിട്ട് പോകാം. കുറച്ച് എല്ലാം എടുക്കാം. യെസ്, എനിക്കിപ്പം എല്ലാം വേണം. കാരണം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ്. ഓക്കെ, ലാപ്പീസ് വേണം. യെസ്, എടുക്കാം. പണ്ടത്തെ കുറേ ട്രിക്ക് ഉണ്ടായിരുന്നു. ഈ ലാപ്പീസിൻ്റെ അടുത്ത് ഡയമണ്ട് ഉണ്ടാവുന്ന അതൊന്നും ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. മതി. ഇപ്പം നമുക്ക് റെസ്റ്റോറൻ്റ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തുള്ളൂ. എടേ വാ. എന്നെ കൊല്ലല്. അയ്യോ, ഞാൻ ഓക്കെ. അങ്ങോട്ട് കുറേ പോകുന്നുണ്ട് കേവ്. എനിക്ക് ഡയമണ്ടാണ് ആവശ്യം, വേറെ ഒന്നും എനിക്ക് വേണ്ട. അത്രേ ഉള്ളൂ. പോയിട്ടില്ല. ഞാൻ പോയിട്ടെന്ന് വിചാരിച്ചു. അത് മറ്റേ സാധനമല്ലേ, വാർഡൻ്റെ. മിക്കവാറും ഇതെല്ലാം വാർഡൻ കൊണ്ടുപോകും. എനിക്ക് തോന്നി ഇതിൻ്റെ അടിയിൽ ഡീപ്പ് ഡാർക്ക് ഉണ്ടെന്ന്. നമ്മുടെ ബേസിൻ്റെ അടിയിൽ വാർഡനുണ്ട്. ഇപ്പം ചത്തുവേനെ. നമുക്കെല്ലാം എടുത്തോണ്ട് പോകാം. ഓക്കെ, 1 2 ഇവിടെ വേറെ എന്തുപാട് ഒന്നായിട്ടൊക്കെ സ്പോണാകുന്നു. എനിക്ക് നാളെ എൻ്റെ സ്പോണാകാൻ.
ഓക്കെ, പാർക്കോർ. ഇത് പിന്നെ ഒരെണ്ണമായിട്ട് സ്പോൺ ആയേക്കുന്നു. അങ്ങോട്ട് പോകണോ? ആ പോയേക്കാം കേസ്. ഇതുവരെ വന്നതല്ലേ. ഞാനിത് എവിടെയാണിത്? സ്പോണർ ഇവിടെ. വാർഡൻ വാർഡൻ. അയ്യോ, എനിക്കിപ്പോൾ സ്പോണർ വെച്ചിട്ട് ഇരുന്നോട്ട് കുഴപ്പമില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ പോകണം. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അയ്യോ, ഈ സാധനം ഇവിടെ കുറേ ഉണ്ട്, ഈ ഒരു സെൻസർ. പക്ഷെ വാർഡിനെ സ്പോണിക്കുന്ന സാധനം മാത്രമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് എത്ര വേണേലും എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അവിടെ ഡയമണ്ട് ഞാൻ കണ്ട്. ഓക്കെ, അതെനിക്ക് എടുക്കണം. ഞാൻ വന്ന സ്ഥലമാണോ? അല്ലല്ല, ഇത് വേറെ ഏതോ ഒരു സ്ഥലം. നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് തിരിച്ച് വീട്ടിൽ പോകണം. അതാണ് ഒന്ന്, പിന്നെ ഒന്ന്. തിരിച്ച് വീട്ടിൽ പോകാനുള്ള വഴിയെല്ലാം കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഫൈനലി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, ഞാൻ വന്ന വഴി മറന്നുപോയി. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഇങ്ങനെ കയറിപ്പോകാം ഗൈസ്. ഇങ്ങനെ എനിക്ക് കയറിപ്പോകാൻ പറ്റത്തുള്ളൂ. 69 ഡർട്ട് കാണുന്നില്ല, അതെന്ന് തോന്നുന്നു. 69 ഇതിന് വല്ല മൗണ്ടനും വല്ലതും ആയിരിക്കും. അയ്യോ, എൻ്റെ വീടിരിക്കുന്ന 88ലാണ്. അപ്പോൾ അവിടെ വല്ല സ്പോൺ, അവിടെ വല്ലതും ചെല്ലുമായിരിക്കും. എൺപത്തെട്ടാ 89, ഇത് എവിടെ അത്? ഓ മൈ ഗോഡ്, ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച്. കാരണം എങ്ങനെ പിക്കാക്സ് എങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഓ, ഫ്രഷ് എയർ. ഇതെവിടാണിത്? ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ കിടന്നു. അതെന്തോന്ന്? അത് മറ്റേ സാധനമല്ലേ, മറ്റേ സ്പിയറും പിടിച്ചിരിക്കുന്ന മറ്റേ ഹോഴ്സിൻ്റെ മോളിൽ വരുന്നത്. എന്നാ പുതിയ അപ്ഡേറ്റ് അല്ലേ? കണ്ടോ? എവിടെ കൊല്ലല്ലേ? എന്നാ കൊന്നു. അങ്ങോട്ട് പോകുന്നില്ലേ? അടുത്ത പോടാ, എൻ്റെ ബേസ് നശിപ്പിക്കാനായിട്ട് വന്നേ. ഗൺ ബോർഡർ നമ്മൾ 12 ലെവലായി. അതെന്തോന്ന്? എന്തൊക്കെയോ മറ്റേ മഷ്റൂം ഒക്കെ തന്നു. ഓക്കെ, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു എവിടെ അങ്ങനെ നമ്മുടെ ലെസ് പ്ലേ സീരീസിൽ ഞാൻ ഒരു ഡയമണ്ട് പിക്കെക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ഒന്നും ഉണ്ടാക്കാൻ ഇപ്പോൾ ഇല്ല എൻ്റെ കയ്യിൽ. 2 ഡയമണ്ട് ഉണ്ട്. ഞാൻ എടുത്ത് വെച്ചേക്കാം. എനിക്കിനി മറ്റേ എൻചാൻമെൻറ്റ് ടേബിളൊക്കെ ഉണ്ടാക്കാൻ യൂസ് ആവും. ഓക്കെ, ഇനി ഞാനൊന്ന് സ്മെൽറ്റ് ആവട്ടെ. ബാക്കിയല്ലേ ഞാൻ ഈ അടുത്ത എപ്പിസോഡ് പറയാം.